അമരകോശത്തിൽ കൃതാഭിഷേക മഹിഷി എന്ന് കാണുന്നു. പട്ടാഭിഷേക സമയത്ത് കൂടെ ഇരിക്കുന്ന രാജ്ഞിയാണ് മഹിഷി. മഹാത്രിപുരസുന്ദരീ ദേവി ലളിതാ പരമേശ്വരീ ദേവിയായി അവതരിച്ചപ്പോൾ തന്നെ മഹാകാമേശ്വരന്റെ പത്നിയാവുകയും ശ്രീ മഹാരാജ്ഞിയായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അമ്മയെ മഹാകാമേശ മഹിഷി എന്ന് വാഗ്ദേവതകൾ സ്തുതിക്കുന്നു. മഹാകാമേശൻ സദാശിവനാണ്. സദാശിവന്റെ മഹിഷിയായവൾ മഹാകാമനായിരിക്കുന്ന അഥവാ പരമശിവനിൽ നിന്നും അഭിന്നനായിരിക്കുന്ന ഈശൻ എന്നാൽ രാജാവ്, രാജാവിൻ്റെ മഹിഷിയാണ് പട്ടമഹിഷി. പരമശിവനായിരിക്കുന്ന രാജാവിൻ്റെ പട്ടമഹിഷി എന്നും അർത്ഥം. രാജരാജേശ്വരനാണ് ശങ്കരഭഗവാൻ. ഏത് രീതിയിൽ വിഗ്രഹിച്ച് അർത്ഥമെടുത്താലും ആശയം ഒന്നു തന്നെ. ഓം മഹാകാമേശ മഹിഷ്यै നമഃ. ഓം